പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടുവളപ്പിലും മറ്റും കാണപ്പെടുന്ന സസ്യങ്ങൾക്ക് ഔഷധ ഗുണമുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ ഔഷധ ഗുണം മാത്രമല്ല, ദേവതാ സാന്നിധ്യവും കൂടിയുണ്ടെന്ന് വിശ്വാസികളായിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് മന്ദാരം, തുളസി, കറുക, തുമ്പ, മഞ്ഞൾ അങ്ങനെയുള്ള പലതരം സസ്യങ്ങളിൽ ഈശ്വര ചൈതന്യ ഗുണങ്ങൾ വർദ്ധിച്ച അളവിൽ കാണപ്പെടുന്നുണ്ട്. പൂജാപുഷ്പങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഈശ്വരീയമായ ചൈതന്യത്തിൻ്റെ ഏറ്റവും മൂർത്തമായിട്ടുള്ള ആ അനുഭവം അതിലുണ്ടാവും. ഇവിടെ നമ്മൾ നോക്കുന്നത് ചില സസ്യങ്ങൾ ഒരുമിച്ച് നടുമ്പോൾ അതിൽ ചില ആകർഷണ ഗുണങ്ങൾ വരും. അത് മനുഷ്യന് ഗുണപരമായിട്ടുള്ള രീതിയിലാണെങ്കിൽ അവൻ്റെ സ്വത്തിനും സമ്പത്തിനും ജീവിത നിലവാര ഉയർച്ചയ്ക്കും വളരെ കാരണമാകുന്ന ഒന്നായിരിക്കും. ഇവിടെ നമ്മൾ ഇന്ന് പ്രതിപാദിക്കുന്നത് തുമ്പയെക്കുറിച്ചും മഞ്ഞളിനെ കുറിച്ചുമാണ്. കുടമഞ്ഞളല്ല, സാധാരണ മഞ്ഞൾ. ഇത് രണ്ടും നമ്മളൊരു പ്രത്യേക രീതിയിൽ വീട്ടിൽ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികപരമായിട്ടുള്ള ആകർഷണം കുറഞ്ഞിട്ടുള്ള വീടുകളിൽ ആകർഷണം വർദ്ധിപ്പിച്ചു വരാനും ഒപ്പം തന്നെ നെഗറ്റീവായിട്ട് അവിടെ ധനത്തെ വികർഷിപ്പിക്കുന്ന ഘടകങ്ങളുണ്ടെങ്കിൽ അതിനെ ഉന്മൂലനം ചെയ്യാനും കഴിയുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാം, പണ്ടുള്ള നമ്മുടെ പൂർവികരായിട്ടുള്ള ആൾക്കാരെല്ലാം ധനാകർഷണത്തിന് വേണ്ടിയിട്ട് ചെടികളെയൊക്കെ നടുന്നത് ഒരു പ്രത്യേക ക്രമത്തിലായിരുന്നു. ആ ക്രമത്തിൽ നട്ടിട്ടുള്ള വീടുകളിൽ ഐശ്വര്യവർദ്ധനവ് ഉണ്ടായിക്കൊണ്ടിരുന്നു. എന്നാൽ തെറ്റായിട്ടുള്ള ചില ചെടിവർഗങ്ങളെയും മറ്റൊക്കെ നട്ട വീടുകളിൽ നിന്ന് ചിലപ്പോൾ ആ കുടുംബം തന്നെ നാമാവശേഷമായി പോയത് നമുക്കറിയാം. പ്രത്യേകിച്ച് അരളി പോലുള്ള ചില സസ്യങ്ങൾ തെറ്റായ ഭാഗത്ത് നട്ടുപിടിപ്പിച്ചിട്ട് പിന്നെ ആ വീട് വിട്ടു പോയവരുടെ ഒരുപാട് കഥകൾ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് തുമ്പയും മഞ്ഞളും അത് കൃത്യമായ രീതിയിൽ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളിലെ ധനാഗമന മാർഗം വർദ്ധിക്കുമെന്നുള്ളതാണ്. സാമ്പത്തികപരമായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുമ്പോൾ നമ്മൾ പല പൂജാകർമ്മങ്ങളൊക്കെ ചെയ്തു നോക്കാറുണ്ടല്ലോ, ചില മന്ത്രങ്ങളൊക്കെ ചെയ്തു നോക്കാറുണ്ടല്ലോ. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇതും കൂടെ പരിഗണിച്ചു നോക്കാം. കാര്യം ഒറ്റ അളവിൽ കുറേ ധനം വന്ന് കൂടും എന്നുള്ള രീതിയിലല്ല നമ്മൾ ഇതിനെ സമീപിക്കേണ്ടത്. ഇത് ഒരു ആകർഷണം ഉണ്ടാക്കുന്നു, നമ്മുടെ കർമ്മത്തിൽ ഗുണങ്ങൾ വളർത്തുന്നു, അമിതമായ ചെലവിനെ അത് ഇല്ലാതാക്കുന്നു. അങ്ങനെ രീതിയിൽ യാഥാർത്ഥ്യത്തിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലായിരിക്കും നമുക്ക് ധനം വർദ്ധിച്ചു വരിക. അതിനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഇത് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒന്നായിരിക്കും. നമസ്കാരം, ഞാൻ RJ അയ്യർ, ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനലിൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. അപ്പോൾ തുമ്പയും മഞ്ഞളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അറിഞ്ഞുകൂടാത്തവർ ആരും ഉണ്ടാവുകയില്ലല്ലോ. തുമ്പ നമ്മുടെ നാട്ടുവളപ്പുകളിൽ എവിടെയെങ്കിലുമൊക്കെ കാണും, വീടിൻ്റെ പരിസരങ്ങളിലോ അല്ലെങ്കിൽ വഴിത്തരകളിലോ എവിടെയെങ്കിലും നമുക്ക് തുമ്പയെ കിട്ടും. ഒരു തുമ്പ മൂടോടുകൂടി പിഴുതെടുത്തുകൊണ്ട് വന്ന് വയ്ക്കണം. അതുപോലെ തന്നെ മഞ്ഞൾ നട്ടുമുളപ്പിച്ച് ഒരു ചെടിയായ മഞ്ഞൾ, ഒരു ചെറിയ ചെടിയായാലും മതി, അങ്ങനെയുള്ളൊരു മഞ്ഞളും കൂടെയാണ് നമുക്കിതിന് വേണ്ടത്. ഒരു ചട്ടിയിൽ, പഴയ ചട്ടിയായാലും പുതിയ ചട്ടിയായാലും ഒരുപോലെ തന്നെയാണ്, അതിൽ കറുത്ത മണ്ണ് നിറച്ച് അതിൽ ചകിരിയൊക്കെ കുറച്ച് പിന്നിയിട്ട് കുറച്ച് ചാണകമൊക്കെ പൊടിച്ചിട്ട് ആ ചെടികൾക്ക് വളരാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കിയിട്ട് അതിലേക്കാണ് ഇവ നടേണ്ടത്. നടേണ്ട ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ആയിരിക്കണം. നടാൻ പറ്റിയ മാസങ്ങൾ എന്ന് പറഞ്ഞാൽ കർക്കിടകം, ചിങ്ങം, കന്നി മാസങ്ങളും മീനം, മേടം മാസങ്ങളുമാണ്. മറ്റുള്ള മാസങ്ങളിൽ ഇത് നട്ടാൽ നമ്മൾ ഈ പറയുന്നത് പോലെ ധനപരമായിട്ടുള്ള ആകർഷണത്തിനോ നെഗറ്റീവുകൾ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് പുറത്തേക്ക് പോകുന്നതിനോ കാരണം കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ മാസങ്ങളെ തന്നെ തിരഞ്ഞെടുക്കും. ഇപ്പോൾ കർക്കിടകമാണ്, അടുത്ത ചിങ്ങ, കന്നി, ഇതിലേത് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ചെയ്യേണ്ടുന്ന സമയം ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ആണ്.
രാവിലെ സമയത്തായിരിക്കണം, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്. നമ്മൾ തലേ ദിവസം ഇതെല്ലാം ഒന്ന് ഒരുക്കി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ സൂര്യ ഉദിക്കുന്നതിന് മുമ്പ്, ഞാൻ പറയുന്നത് എപ്പോഴും ഒരു 5:45 6 മണിക്കുള്ളിലുള്ള സമയം രാവിലെ, ആ സമയത്ത് ഇതിനെ നടുക. നട്ട് പിടിപ്പിക്കേണ്ട സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്ക് ഭാഗത്താണ് വീട്ടിൻ്റെ. നിങ്ങളുടെ വീട് ഏത് ദിക്കിലോട്ടോ ഇരിക്കട്ടെ, പക്ഷെ നമ്മളിത് ഈ ചട്ടി വയ്ക്കേണ്ടത് കിഴക്ക് ഭാഗത്താണ്. ഒരിക്കലും അത് മറ്റൊരു ഭാഗത്ത് കൊണ്ടുവയ്ക്കാതിരിക്കുക. മാത്രമല്ല നിത്യേന ഇതിന് ജലസേചനം നടത്തി കൊടുക്കുക. ഇത് ഇങ്ങനെ വളർന്നു വരുമ്പോൾ അത് മുരടിച്ചു പോകരുത്, പട്ടു പോകരുത്. പടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, അത് നശിച്ചു പോകരുത് എന്നാണ് അർത്ഥം. അപ്പോൾ ചാണകജലം ഒഴിക്കാം. അതുപോലെ തന്നെ നമുക്ക് ചാണകജലം, സാധാരണ ജലമൊക്കെ തേവണം. അപ്പം ചട്ടിയിലെ അടിഭാഗത്ത് ചെറിയൊരു തുളയിട്ടേക്കണം. അധികം വരുന്ന വെള്ളം ഊർന്നു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചട്ടിയിൽ തുളയിടുന്നത്. അത് ആദ്യമേ തുളയിട്ടതിന് ശേഷം മണ്ണൊക്കെ നടക്കണം, അല്ലാതെ അവസാനം നമ്മൾ തുളയിടാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ചട്ടി പൂർണ്ണമായിട്ട് പൊട്ടിപ്പോകും. അതുകൊണ്ട് കൃത്യമായി ശ്രദ്ധയോടുകൂടി ഒരു തുളയിടുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത് തുടർച്ചയായിട്ട് തന്നെ വർഷങ്ങളോളം നിൽക്കുന്ന ചെടിയല്ല തുമ്പ. തുമ്പ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കേണ്ടി വരും. തുമ്പ ഒന്ന് ഒരു കുറച്ച് ആൾ കഴിയുമ്പോൾ തന്നെ അത് മുരടിച്ച് പോകാൻ, അത് ഇല്ലാതായി പോകാനുള്ള ഒരു ഇതുണ്ടാകും. അപ്പോഴത്തേക്കും കുറേ വിത്തുകളൊക്കെ അതിൽ വീണേക്കും, പുതുതായിട്ട് മുളയ്ക്കും. ഒന്നിലധികം തുമ്പകൾ അതിൽ മുളച്ചു എന്ന് പറഞ്ഞ് കുഴപ്പമില്ല. അതുകൊണ്ട് മിനിമം നമ്മളെപ്പോഴും തുമ്പ ഇടുമ്പോൾ 2 3 ഒക്കെ നട്ടോളൂ. ചിലപ്പോൾ ഒരേ സമയത്ത് തന്നെ എല്ലാം നശിച്ചു പോയി എന്ന് വരാം. അതുകൊണ്ട് തന്നെ തുമ്പയെ നമ്മൾ പ്രത്യേകിച്ച് കരുതിക്കോണം. ഇത് കഴിഞ്ഞാൽ വേറൊരു തുമ്പ ഇതിൽ കൊണ്ട് വയ്ക്കണം എന്നുള്ള രീതിയിൽ. സാധാരണ ഇങ്ങനെ നമ്മൾ ഒരു 6 മാസം വരെയൊക്കെ നിർത്തിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും വീട്ടിൽ അനാവശ്യമായിട്ടുള്ള ചിലവ് കുറഞ്ഞു വരുന്നുണ്ട്, ധനാഗമനത്തിനുള്ള സാധ്യതകൾക്ക് വർദ്ധിച്ചു വരുന്നുണ്ട്, തൊഴിലിലെ പുരോഗതി വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രയത്നം കൊണ്ടും നമ്മുടെ അധ്വാനം കൊണ്ടും ലഭിക്കുന്ന പണം നമുക്ക് സ്വരൂപിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇതുകൊണ്ട് വേറെ മാജിക്ക് സംഭവിച്ച് വഴിയിൽ കുറേ പൈസ കടന്ന് കിട്ടി, കുറേ ലോട്ടറി അടിച്ച് കിട്ടി, ആ രീതിയിലല്ല ഇതിനെ കാണേണ്ടത്. നമ്മളിലുള്ള ഗുണങ്ങൾ കൊണ്ട് നമ്മൾ സമ്പാദിക്കുന്നു, തെളിഞ്ഞ ബുദ്ധി ലഭിക്കുന്നു എന്നുള്ള രീതിയിലാണ്. ഇത് വളരെ നല്ലൊരു കാര്യമാണ്. എന്തായാലും വേറെ പണച്ചെലവുകളൊന്നും ഇല്ലല്ലോ. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു മാറ്റം വരുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. അപ്പോൾ ഇത് പല ആവർത്തിയായിട്ട് നമുക്കിത് ചെയ്യാം കേട്ടോ. ഒരു തവണ ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ചിങ്ങത്തിലോ കന്നിയിലോ ഒക്കെയാണ് ചെയ്തത്, അല്ലെങ്കിൽ കർക്കിടകത്തിലാണ് ചെയ്തത്, പിന്നീട് നമുക്ക് മേടത്തിലോ മീനത്തിലോ നമുക്കിത് ചെയ്യണം, വീണ്ടും ചെയ്യും. പരമാവധി ഈ ചെടികൾ നശിച്ചു പോകാതിരിക്കാൻ നോക്കണം. ചില വീടുകളിൽ ഇനി ഇത് വച്ചു കഴിഞ്ഞാലും എങ്ങനെ ഇരിക്കില്ല, പെട്ടെന്ന് അത് നശിച്ചു. ആ വീട്ടിൽ ധനയോഗം ഇല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ പിന്നെ വേറെ മാർഗങ്ങൾ, ആ ധനയോഗം നിലനിർത്താനുള്ള മാർഗങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കും. അത് ഞാൻ പറയുന്നത് നട്ട് പിടിപ്പിച്ചു കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ തന്നെ ഇത് നശിച്ചു പോകുന്ന വീടുകളെ കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിനൊരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ യൂട്യൂബിൽ ഒരു സ്റ്റോർ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള പൂജാ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറാണിത്. കുറേ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആ തുകയ്ക്ക് മേടിക്കാൻ ഇത് ഗുണകരമാണോ എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിലാണ് മൊബൈൽ ഫോണിൽ കാണപ്പെടുക. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് സ്റ്റോർ നോക്കിയിട്ട് നമുക്കതിൽ പ്രവേശിക്കാം. ഇതിൽ കുറേ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ചില കാര്യങ്ങൾ ഉടനെ ആഡ് ചെയ്യുന്നതാണ്. ഈ രീതിയിലാണ് നമ്മൾ കമ്പ്യൂട്ടറിലൂടെ ലാപ്ടോപ്പിലൂടെയൊക്കെ നോക്കുമ്പോൾ കാണപ്പെടുന്നത്. ഈ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മൊബൈൽ ഫോൺ വഴിക്കും കമ്പ്യൂട്ടർ വഴിക്കും നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.